ഡിയർ സ്റ്റുഡൻസ്, മെയ് 3 നിങ്ങളൊരു നീറ്റ് പരീക്ഷ എഴുതി. അതിൽ ചിലർക്ക് അല്പം മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാകാം, നിരാശ തോന്നിയിട്ടുണ്ടാകാം. ചിലർക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയിട്ടും വിചാരിച്ച മെഡിക്കൽ കോളേജ് കിട്ടുമോ എന്ന ആശങ്കയിലായിരിക്കാം. പക്ഷേ ദൈവനിശ്ചയം മറ്റൊന്നായിരുന്നു. ജൂൺ 21 വീണ്ടും ഒരു നീറ്റ് പരീക്ഷ കൂടി വരുന്നുവെന്നറിഞ്ഞപ്പോൾ ഉള്ളിലൊരു നീറ്റലോടെയല്ലേ നിങ്ങൾ ബെർലിനിലെ ക്യാമ്പസിലേക്ക് വീണ്ടും എത്തിയത്? നിങ്ങളുടെ മാതാപിതാക്കൾ അവർ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷയോടെ മക്കളുടെ സ്വപ്നം സഫലമാകുമെന്ന ഉറപ്പോടെ നിങ്ങളെ ബ്രില്യൻ്റിലാക്കി തിരികെ മടങ്ങുമ്പോൾ അവരുടെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഓർക്കുക, ആ മാതാപിതാക്കൾ നിങ്ങളെ ഏൽപ്പിച്ചു പോയത് വെറും ഒരു സ്ഥാപനത്തിലല്ല, ബ്രില്യൻ്റ് എന്നൊരു വലിയ കുടുംബത്തിലേക്കാണ്. നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി തളർന്നു പോകാതെ വഴി നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർമാർ, പ്രൊഫസേഴ്സ് റൂമുകളിൽ നിങ്ങൾ എത്ര തവണ സംശയം ചോദിച്ചു തന്നാലും മടുപ്പില്ലാതെ സ്വന്തം മക്കളെപ്പോലെ ചേർത്ത് നിർത്തി ഉത്തരം പറഞ്ഞു തന്ന അധ്യാപകർ, നിങ്ങൾ മാനസികമായി തകർന്ന നിമിഷങ്ങളിൽ നിനക്ക് സാധിക്കുമെന്ന് കാതുകളിൽ മന്ത്രിച്ച് ആത്മവിശ്വാസം തന്ന കോർഡിനേറ്റേഴ്സ്, ഒരു ചേട്ടനെ പോലെ ചേച്ചിയെപ്പോലെ നിങ്ങളുടെ കൂടെ നിന്ന് മനസ്സിന് ധൈര്യം പകർന്നു തന്ന ക്ലാസ്മേറ്റേഴ്സ്, അതിലുമപ്പുറം നിങ്ങൾക്ക് സമയത്തിന് ആഹാരം വിളമ്പി തരുമ്പോൾ നന്നായി പഠിക്കണേ മക്കളെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ ക്യാൻറ്റീനിലെ ചേച്ചിമാർ, നിങ്ങളെ സുരക്ഷിതമായി ഹോസ്റ്റലുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് എത്തിച്ച ഡ്രൈവർ അങ്കിളുമാർ, അങ്ങനെ ബ്രില്യൻ്റ് ഫാമിലിയിലെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ വിജയിക്കാനാണ്. നിങ്ങളൊരു ഡോക്ടറായി കാണണമെന്ന് നിങ്ങളെക്കാൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ബ്രില്യൻ്റിലെ ഓരോ സ്റ്റാഫ് അംഗങ്ങളുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മെയ് 3 നടന്ന ആദ്യ നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കൃത്രിമത്വം കാണിച്ച, കഷ്ടപ്പെടാതെ കുറുക്കുവഴിയിലൂടെ വന്ന എത്രയോ അനർഹരായ ആളുകൾ ആ മെഡിക്കൽ സീറ്റുകൾ തട്ടിക്കൊണ്ടുപോയനെ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച നിങ്ങളുടെ സീറ്റല്ലേ അവർ അപഹരിക്കുമായിരുന്നത്. അതുകൊണ്ട് തന്നെ സർവേശ്വരൻ നിങ്ങൾക്ക് തന്ന നീതിയാണ് ഈ രണ്ടാമത്തെ അവസരം. കഷ്ടപ്പെട്ട് പഠിച്ച നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും നേടിയെടുക്കാൻ വേണ്ടി ദൈവമൊരുക്കിയ പ്രത്യേക ഒരു വഴിത്തിരിവാണിത്. ആദ്യ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞവർക്ക് ഇതൊരു തിരിച്ചുവരവിനുള്ള, സാമ്രാജ്യം തിരിച്ചു പിടിക്കാനുള്ള അവസരമാണെങ്കിൽ, നല്ല മാർക്ക് കിട്ടിയവർക്ക് തങ്ങളുടെ സ്കോർ ഒന്നുകൂടി ഉയർത്തി ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് തന്നെ തലയുയർത്തി നടന്നു കയറാനുള്ള സുവർണ അവസരമാണിത്. നാളെ നിങ്ങൾ ആ പരീക്ഷാ ഹാളിലേക്ക് നടന്നു കയറുന്നത് ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ മാതാപിതാക്കളുടെയും ബ്രില്യൻ്റ് ഫാമിലിയുടെയും പ്രാർത്ഥനകളൊപ്പമുണ്ട്. പോയി ആ പരീക്ഷാ ഹാളിൽ കോൺഫിഡൻസോടുകൂടി ഓരോ ചോദ്യങ്ങളെയും നേരിട്ട് വിജയം നേടുക. വിജയം നിങ്ങളുടേത് മാത്രമായിരിക്കും. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് കഷ്ടപ്പെട്ടവൻ തോറ്റുപോയ ചരിത്രം ഈ ഭൂമിയിലില്ല. നമ്മൾ വിജയിച്ചിരിക്കും. ഓൾ ദ ബെസ്റ്റ്. All the best. All the best. ഓൾ ദി ബെസ്റ്റ്. എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. All the best. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. All the best. All the best. To you all the best. ഓൾ ദ ബെസ്റ്റ്. 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 ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. All the best. All the best. ഓൾ ദി ബെസ്റ്റ്. All the best wishes. ഓൾ ദ ബെസ്റ്റ്. All the best. ഓൾ ദ ബെസ്റ്റ്. Wish you all the best. ഓൾ ദ ബെസ്റ്റ്. നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഞങ്ങളുടെ എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. All the best. All the best and grand success. All the best. 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 ഓൾ ദ ബെസ്റ്റ്. All the best. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം എല്ലാവർക്കും all the best.